ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ കല്ലറ സംബന്ധിച്ച ദുരൂഹത നീങ്ങി. പോലീസ് നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണ് കല്ലറയിലുള്ളതെന്ന് സ്ഥിരീകരിച്ചു. കല്ലറയിൽ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിൽ 2006-ലും 2015-ലും അടക്കം ചെയ്ത മൃതദേഹങ്ങൾ മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ആദ്യം അടക്കം ചെയ്ത മറിയയുടെ ശവപ്പെട്ടിയിലുണ്ടായിരുന്ന പായയും മറ്റും പുറത്തു വന്നതാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്താനാണ് DNA പരിശോധനയ്ക്ക് കല്ലറയിൽ നിന്നുള്ള സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചത്. നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്ന ഒരു ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് 2015 അടക്കിയതാണോ? 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പരിശോധിക്കട്ടെ. അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങളിപ്പോൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഉറക്കപ്പൊടി അതിന് ശേഷമാണ് അതിന്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കത്തിൽ ട്വിസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ട് പ്രഥമദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹതയില്ല. 2016-ൽ മൃതദേഹം അടക്കം ചെയ്യുന്ന സമയത്ത് പായ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. രണ്ടതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പ്രഥമ ഒരു ഇൻക്വയറി 2015 ബന്ധുക്കൾ പറയുന്ന ഒരു ആചാരപ്രകാരം കൃത്യമായിട്ട് ഈ സംസ്കരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വശത്തായി മറ്റൊരു മൃതദേഹം കാണേണ്ട സാഹചര്യം വന്നില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ ആ കാര്യങ്ങളാണ് അക്കപ്പടി വെച്ചു. ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ബോഡി അവരെയും കൂടെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അന്ന് വെച്ചിരുന്ന മറ്റേ നമ്മുടെ ഇതിൻ്റെ തുണികളും അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു സംശയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പരാതിക്കാരി പോലീസിലുണ്ട്. നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബോഡി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി അവിടുത്തെ എൻക്വയറി നടക്കട്ടെ. അതിന്റെ അല്ലായിരുന്നു പായ നിവർത്തി തന്നെ ഒരു ബോഡിയുടെ താഴെ വെച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അയക്കുന്നുണ്ട്. കൂടുതലായുള്ള കാര്യം പരിശോധിച്ചു. രണ്ട് ബോഡി കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങളും പരിശോധിച്ചു. പക്ഷെ സംശയിക്കുന്ന കാര്യങ്ങൾ നിലവിൽ ഈ പറയുന്ന ചിത്രം പുറത്തു കൊണ്ടതിന്റെ താഴെയായിരുന്നു അടുത്ത ബോഡി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്തായിട്ടായിരുന്നു? ഇത്രയും ഏകദേശം അടുത്തായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് എൻക്വയറി ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. കല്ലറയെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന ദുരൂഹത നീങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് പള്ളി അധികൃതർ. പള്ളി അധികാരികളും വിശ്വാസികളും കാര്യങ്ങളിൽ വ്യക്തത വരണമെന്ന് ഉറച്ചു പറഞ്ഞതോടെയാണ് പോലീസ് അന്ന് കല്ലറ തുറന്നത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.